MLA വീട്ടിൽ നിന്ന് 2 ചക്കപ്പഴം കാണാതെ പോകുന്നു. അയാൾ എല്ലാ പോലീസുകാരെയും വിളിച്ചിട്ട് വരട്ടുന്നു. എന്റെ ചക്കപ്പഴം കണ്ടെത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ഞാൻ തെറിപ്പിക്കും. കാണാതെ പോയ ചക്കപ്പഴം കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം ഒരു ലേഡി SIക്കാണ് കിട്ടുന്നത്. അവർ MLA വീട്ടിലുള്ള എല്ലാ ജോലിക്കാരെയും ചോദ്യം ചെയ്യുന്നു. പക്ഷേ തോട്ടം ജീവനക്കാരനെ മാത്രം ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചക്കപ്പഴം കാണാതെ പോയ അന്ന് തൊട്ട് അയാൾ ലീവായിരുന്നു. അയാളെ അന്വേഷിച്ച് പോലീസുകാർ വീട്ടിലെത്തുമ്പോഴോ അയാളുടെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം MLA മാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി, എന്റെ ചക്കപ്പഴം കണ്ടെത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വലിയ സമരമുറകളൊക്കെ തുടങ്ങാൻ പോവുകയാണ് എന്ന്. ഇതെല്ലാം കാരണം വളരെ ടെൻഷനിലിരിക്കുകയായിരുന്നു ആ ലേഡി SI. ഈ സമയം സ്റ്റേഷനിലേക്ക് ഒരാൾ എത്തുകയാണ്, തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. മകളെ കാണാതായ സമയത്ത് താങ്കൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ MLA വീട്ടിൽ തോട്ടം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അയാൾ മറുപടി പറയുന്നു. ഉടനെ തന്നെ ലേഡി SI അയാളെ ലോക്കപ്പിൽ അടയ്ക്കുന്നു. എന്നിട്ട് ചക്കപ്പഴം എവിടെ എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, ഞാൻ ചക്കപ്പഴം ഒന്നും മോഷ്ടിച്ചിട്ടില്ല, തന്റെ മകളെ കണ്ടെത്തി തരാൻ ലേഡി SIയോട് പറയുന്നു. ലേഡി SI തന്റെ ഹയർ ഓഫീസറെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ അയാളെ പ്രതിയാക്കി ചക്കപ്പഴ കേസ് ക്ലോസ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ലേഡി SI പത്രസമ്മേളനം വിളിച്ചു വരുത്തി ഇങ്ങനെ പറയുന്നു, ചക്കപ്പഴം മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത് തോട്ടപ്പണിക്കാരന്റെ മകളാണ് എന്ന്. ആ ലേഡി SI കാണാതെ പോയ ആ പെണ്ണിന്റെ ഡീറ്റെയിൽ എല്ലാം ശേഖരിച്ചിട്ട് നാട് മൊത്തം അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അവസാനം മനസ്സിലാകുന്നു അവളെ 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ട് പോയതാണ് എന്ന്. ഒരു വിധത്തിൽ ആ 3 പേരെ കണ്ടെത്തുകയും അവരെ കീഴ്പ്പെടുത്തി ആ പെൺകുട്ടിയെ ലേഡി SI രക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്നു. അവസാനം ചക്കപ്പഴം മോഷ്ടിച്ചത് ആരാണ് എന്ന് കോടതി ലേഡി SI എടുത്ത് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമായിരുന്നില്ല, MLA വീട് പരിസരത്തുള്ള കുരങ്ങന്മാരായിരുന്നു എന്ന് അവർ മറുപടി പറയുന്നു.